നമുക്ക് പാമ്പിൻ്റെ കൂടെ അതുപോലെ മഗ്നി ഉണ്ടാക്കിയാലോ? വായോ കേട്ടോ. സ്കൂളിൽ നാടോടി നൃത്തത്തിന് മുന്നേ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർട്ടി ആയിട്ടോ നമ്മൾ ഈ ഉണ്ടാക്കുന്നത്. അതായത് ഈ പാമ്പിൻ്റെ കൂടെ അതുപോലെ മകിടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പാത്രം എടുത്തത് പോരാളി കണ്ടിട്ടില്ല കേട്ടോ. കണ്ടെങ്കിൽ നമ്മൾ അല്ല, എൻ്റെ തലയ്ക്ക് ചിരവയിട്ട് അടി ഉറപ്പായിരുന്നു തന്നെ കേട്ടോ. ഈ ഒരു പാത്രം വെളിയിലെടുത്തിട്ടേ ഇല്ല, അതുകൊണ്ട് പുതിയ പാത്രമാണ്. ഇതെടുത്തത് കണ്ടിരുന്നെങ്കിൽ എന്തായാലും അടി ഉറപ്പാണ്. ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മഴയൊക്കെ നല്ല ഈർപ്പത്തിൽ അങ്ങ് തണുകണാൻ കിടന്നുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇങ്ങനെ വലിഞ്ഞിങ്ങനെ ഇറവി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് വേണ്ടത് ഈ ഒരു ഫ്രണ്ട് ഭാഗമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വര പോലെ ഇരിക്കില്ലേ, ആ ഒരു ഭാഗമാണ്. സത്യം പറഞ്ഞാൽ ഇത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്നും റെഫറൻസ് നോക്കാതെ ഞാൻ സ്വന്തമായിട്ടുള്ള ഐഡിയയിൽ ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ആയോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കാർട്ടൂൺ തിരിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു കൊണ്ടുവരണം. ഞാൻ ചട്ടിയിലൊക്കെ പാവി വെച്ചേക്കണം പൊടിച്ചിരിക്കുകയാണ്. ഞാൻ കൊണ്ടു നോക്കിയപ്പോൾ അതിൻ്റെ മണ്ടേ കിടക്കും. സൂക്ഷിച്ചു കൊടുത്തേക്കണം പറഞ്ഞിട്ടുണ്ട്. കേട്ടാ സത്യം പറഞ്ഞാൽ ഇത്രയും കിടന്ന് പോരാളി വന്ന് അലച്ചെങ്കിൽ എൻ്റെ അടുക്ക ഈ ഒരു പാത്രം ഇരിക്കുന്ന പോരാളി കണ്ടതേ ഇല്ല കേട്ടോ. കണ്ടതെങ്കിൽ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോയതന്നെയായിരുന്നു. ഇതാ എൻ്റെ ഇപ്പുറത്തെ വശത്തായിരുന്നു കേട്ടോ ആ ഒരു പാത്രം ഇരുന്നത്. ഞാൻ ഇങ്ങനെ വലിച്ചെടുത്ത് ഇങ്ങനെ എടുക്കുമ്പോഴും കീറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല ഷീറ്റിൽ കിട്ടിയില്ല. എനിക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് കിട്ടിയത്. പിന്നെ ഉള്ളതൊക്കെ ഞാൻ വെച്ചതാ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കിയതിന് ശേഷം മാത്രം കേട്ടോ ഗ്ലൂ കണ്ടിട്ട് ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോയത്. ആ ടപ്പും അതുപോലെ പാത്രവും ഞാൻ ഇതുപോലെ ചെയ്തു. എന്നിട്ട് പെർഫെക്ഷൻ വന്നിട്ടില്ല. കുറേ ഇടത്തൊക്കെ ഇതുപോലെ കാർഡ്ബോർഡൊക്കെ പിന്നിയിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ പിന്നെ വലിച്ചിളക്കി കുറച്ചുകൂടെയൊക്കെ നീറ്റാക്കാൻ നോക്കി. പിന്നെ വലിച്ചെടുക്കും തോറും അതിൻ്റെ അടിയിലത്തെ ലെയർ കീറി വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, പതുക്കെ അവിടെ വെച്ച് ആ ഒരു ശ്രമം അവിടെ അങ്ങ് അവസാനിപ്പിച്ചു. എങ്കിലും കുഴപ്പമില്ലാത്തൊരു പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്ലൂ കണ്ടിട്ട് ഒട്ടിക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്കറിയാൻ പറ്റൂ. ഈ ഒരു തറഭാഗം കണ്ടോ, അയ്യോ ഫുള്ള് കീറി പറിച്ച് ഞാൻ അവിടെ ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ. നോക്കിക്കെ, സത്യം പറഞ്ഞാൽ അതിന് വേറെ ഒന്ന് പോരാളിയുടെ വായിന്ന് എനിക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. ഇവിടേക്ക് വൃത്തിയില്ലാതാക്കിയിട്ട് എവിടെ പോയെന്ന് ചോദിച്ചിട്ട് ഞാൻ, കാരണം ബാക്കി വീഡിയോ ചെയ്തത് ഞാൻ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഗ്ലൂ കണ്ടിട്ട് ഒട്ടിക്കണമെങ്കിൽ നമുക്ക് കറണ്ട് വേണ്ടേ, അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ട് എനിക്ക് ഒട്ടിക്കാൻ വേണ്ടി പറ്റുള്ളായിരുന്നു. ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചത് കേട്ടോ. ഗ്ലൂ കണ്ടിട്ട് പതുക്കെ സാവധാനമാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. പിന്നെ നോക്കിക്കേ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. വലിയൊരു കാർഡ്ബോർഡ് ഷീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്ഷനായിട്ട് കിട്ടിയാനായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ വെച്ച് ഞാൻ ഓണം പോലെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒട്ടിച്ചെടുത്തു കേട്ടോ. പിന്നെ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് വളരെ കുറവായിരുന്നു, പക്ഷേ ഭാഗ്യത്തിന് സ്റ്റിക്ക് തികയുകയും ചെയ്തു കേട്ടോ. ഇത് മാത്രമല്ല, നമുക്കൊരു മകിടിയും കൂടി ഒപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ലാസ്റ്റ് ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പറയാൻ മടിക്കരുത്. എങ്ങനെ ഉണ്ടെന്നും കൂടി ഒന്ന് കമൻറ്റ് ഇട്ടാൽ എനിക്ക് കുറച്ചുകൂടിയിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. ലാസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇത് മാത്രം പോരല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊരു മകിടിയും കൂടിയിട്ട് വേണം. അപ്പോൾ അതും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ, ഈ പൈപ്പിൻ്റെ ഒരു തുണ്ടെടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ പേപ്പറുകൾ ചുരുട്ടി വെച്ചിട്ട് ഞാൻ പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ ഒരു പേപ്പർ വെച്ചിട്ട്, അതായത് ആ ഒരു ഷീറ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റത്തെ ആ ഒരു പേപ്പറിൻ്റെ കോട്ടിങ് അത് വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്തെടുത്തത്. ഏകദേശം എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അല്ല, നിങ്ങളല്ലേ എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത്, അപ്പം നിങ്ങൾ വേണം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. ലാസ്റ്റ് ലുക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. എങ്ങനെ ആട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എല്ലാ കമൻസും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേടാ.